ആലപ്പുഴ കലവൂരിൽ 7ാം ക്ലാസ്സുകാരൻ ജീവനൊടുക്കിയതിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. കാട്ടൂർ വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന 13 വയസ്സുകാരൻ പ്രജിത്ത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. എന്തിനാണ് ആ 13കാരൻ ജീവനൊടുക്കിയത്? മാതാപിതാക്കളുടെ ആരോപണവും പരാതിയും ചെന്നെത്തുന്നത് സ്കൂൾ അധികൃതർക്കെതിരെയാണ്. ചില അധ്യാപകർ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിന്റെ വിഷമത്തിലാണ് കുട്ടി ജീവനൊടുക്കിയത് എന്ന് കുടുംബം പറയുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് കാട്ടൂർ വിസിറ്റേഷൻ സ്കൂൾ അധികൃതർ. കാട്ടൂർ വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു പ്രജിത്ത്. കഴിഞ്ഞ വ്യാഴാഴ്ച അവസാന പീരീഡിന് പ്രജിത്തിനെയും സഹപാഠിയായ വിജയെയും ക്ലാസ്സിൽ കണ്ടില്ല. ഏറെ നേരം അന്വേഷിച്ചിട്ടും കാണാത്തതിനെ തുടർന്ന് സ്കൂൾ മൈക്കിൽ അനൗൺസ്മെന്റ് നടത്തി. ഉടൻ കുട്ടികൾ തിരിച്ചെത്തുകയും ചെയ്തു. വിജയ് തലകറങ്ങി വീണതിനെ തുടർന്ന് വെള്ളമെടുക്കാൻ പോയതാണെന്ന് പ്രജിത്ത് പറഞ്ഞെങ്കിലും അധ്യാപകർ വിശ്വസിച്ചില്ല. കഞ്ചാവാണോ എന്ന് ചോദിച്ചുകൊണ്ട് PT അധ്യാപകനായ ക്രിസ്തുദാസ് ശാസിക്കുകയും ചൂരൽ കൊണ്ട് പലതവണ തല്ലുകയും ചെയ്തുവെന്നും ബന്ധുക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. തൊട്ടുപിറകെ രേഷ്മ, ഡോളി എന്നീ അധ്യാപകർ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ശാസിക്കുകയും കുട്ടികളെ അപമാനിക്കുകയും ചെയ്തുവെന്നും പ്രജിത്തിന്റെ അച്ഛൻ മനോജ് പറഞ്ഞു. കടുത്ത മനോവിഷമത്തിലായിരുന്നു പ്രജിത്ത് വീട്ടിലേക്ക് എത്തിയതെന്ന് സഹപാഠികൾ പറയുന്നു. മൂത്ത സഹോദരൻ പ്രണവ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പ്രജിത്ത് സ്കൂൾ യൂണിഫോമിൽ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്നാൽ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സോഫിയ കുടുംബത്തിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചു. പിറ്റേ ദിവസം അച്ഛനെ വിളിച്ചുകൊണ്ടുവരണമെന്ന് മാത്രമേ അധ്യാപകർ പറഞ്ഞിരുന്നുള്ളൂ എന്നും സിസ്റ്റർ സോഫിയ പറഞ്ഞു. എന്തായാലും പ്രജിത്തിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.